കോവിഡ് തുടങ്ങുന്നതിന് മുമ്പും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം തന്നെയാണ് എൻ്റെ വീട്. പക്ഷെ കോവിഡ് തുടങ്ങിയതിന് ശേഷം, വീട്ടിൽ വർക്ക് ഫ്രം ഹോം തുടങ്ങിയതിന് ശേഷം വീടിന് ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. എൻ്റെ വീട് അതെത്ര ഭംഗിയോടെ കാത്തു സൂക്ഷിക്കണം, അതിൻ്റെ ചുറ്റുമുള്ള ചെടികളും അതിന്റെ ഭംഗിയൊക്കെ കൂട്ടണം എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി വന്നത് കോവിഡ് തുടങ്ങി വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് ഇടുന്നത്. ഇതെന്റെ കുളമാണ്. ഇവിടെ ഞാൻ ആക്ച്വലി വന്നതിന് ശേഷം, കോവിഡിന് വന്നതിന് ശേഷം ഞാൻ ഗപ്പി വളർത്തൽ അതൊരു റിലാക്സേഷൻ മൂഡിലേക്ക് ആയിട്ടാണ് കണ്ടത്. പല ടൈപ്പുള്ള ഗപ്പികൾ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ പോയി കളക്ട് ചെയ്ത് പിന്നീട് ഓരോരോ ഡപ്പയിലിട്ട് അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത്, അങ്ങനെ വിൽപ്പനയ്ക്കൊന്നുമല്ല, പക്ഷെ എൻ്റെ ഒരു ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പല ടൈപ്പുള്ള ഗപ്പികൾ ഞാനിപ്പോ കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഇതെന്ന് പറയുന്നത് ബിഗ് ഇയർ ഗപ്പീസ് ആണ്. പിന്നെ ഇത് ഒരു വേറെ വെറൈറ്റി പെട്ട ഒരു ഗപ്പിയാണ്. അവരങ്ങനെ പുറത്തോട്ട് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. തീറ്റയൊക്കെ ഇട്ട് എടുത്തിട്ട് വളരെ മോശമായിട്ടാണ് ഗപ്പി ടാങ്ക് കാണുന്നത്. പിന്നെ ഇതൊക്കെ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെടികളാണ്. അതൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടി ഇവിടെ വെച്ചേക്കുന്നതാണ്. ഇതും അതേപോലെ ഒരു ഗോൾഡൻ കളറുള്ള ഒരു ഗപ്പിയാണ്. ഇതൊക്കെ രണ്ടെണ്ണം നമ്മൾ മേടിക്കും, മെയിലും ഫീമെയിലും മേടിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജ് കേടായ സമയത്ത് നമ്മൾ ആ ഫ്രിഡ്ജ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പ്ലാറ്റീസ് ആണ് മൊത്തം. ഒരു 10-15 പ്ലാറ്റീസിനെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ ഇപ്പൊ അങ്ങനെ പെറ്റുവരുകി ഇത്രയും കുഞ്ഞുങ്ങളൊക്കെ ആയതാണ്. അവരെ പിന്നെ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ അസോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മഴയൊക്കെ പെയ്തുകൊണ്ട് അത് ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് കുറച്ച് ചെടികൾ അത് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് ശേഷം പിന്നെ കുറച്ച് മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, വേറെ ടൈപ്പ്. അതൊക്കെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടവും എനിക്ക് ഏറ്റവും സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീടാണ്. ഈ കോവിഡിന് ശേഷം എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയാ, ആസ്വദിച്ച് സന്തോഷിച്ച് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. ട്രിപ്പ് പോയി വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ വീടാണ്. കുറച്ച് ചെടികളൊക്കെ റീപ്ലാന്റ് ചെയ്ത് നമ്മളിങ്ങനെ സൈഡിലൊക്കെ കാർ പോർച്ചിലൊക്കെ സൈഡിലായിട്ടൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ റീസെന്റ് ചെയ്തതാണ്. നമുക്ക് റെഡിയായി വരുന്നതേ ഉള്ളൂ. കുറച്ച് ഓർക്കിഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പപ്പയുടെ കുറച്ച് കഥവിരുതുകളാണ്. പപ്പ നടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് റംബൂട്ടാനാണ്. ഇവിടെ ഒരു ചെറിയൊരു കോട്ടയാടുണ്ട്. അതിലാണ് നമ്മളിങ്ങനെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് അവിടെ അങ്ങനെ സെറ്റാക്കി കൊണ്ടുവാണ്. ഈ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കാനുണ്ട്. കുറച്ച് ഈ സൈഡിലൊരു പേരയാണുള്ളത്, അവിടെ പേരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും വേണ്ടതല്ലേ. അതേപോലെയാണ് ഞാനിവിടെ കുറെ കാര്യങ്ങൾ ചെയ്യലും. എന്തെങ്കിലുമൊക്കെ രാവിലെ എണീറ്റതിന് ശേഷം ഇവരെയൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ റിലാക്സേഷനോടുകൂടെ വർക്കിലേക്ക് കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുത്ത് ബ്ലോഗൊക്കെ ഇടുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള കൂട്ടുകാരായതുകൊണ്ട് ഇതിന് ട്രോള് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് എൻ്റെ വീടിനെ കാണിക്കുകയാണ്. അപ്പൊ